വൈദികരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമ്പോഴും ഓസ്ട്രിയയിലെ പൗരോഹിത്യത്തിലേക്ക് കടന്നുവരുന്നത് നിരവധി യുവാക്കളാണ്. വിയന്ന അതിരൂപതയിലാണ് പൗരോഹിത്യ ദൈവവിളി സ്വീകരിച്ച് നിരവധി വിദ്യാർത്ഥികൾ സെമിനാരിയിൽ ചേരുന്നത്. അതിരൂപതയിലെ 3 സെമിനാരികളിലായി 14 പുതിയ വിദ്യാർത്ഥികളാണ് ചേർന്നിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. പുതിയ സെമിനാരി വിദ്യാർത്ഥികളിൽ 11 പേർ വിയന്ന അതിരൂപതയിൽ നിന്നും ബാക്കി 3 പേർ ഐസൻസ്റ്റാറ്റ്, സെയിന്റ് പോൾട്ടൻ എന്നീ രൂപതകളിൽ നിന്നുമുള്ളവരാണ്. 3 സെമിനാരികളിലുമായി നിലവിൽ 52 പേരാണ് വൈദിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഴ്സുമാർ, സംഗീതജ്ഞർ, മുൻ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ വിവിധ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് സെമിനാരിൽ പഠനം നടത്തുന്നതെന്നും അതിരൂപത പറയുന്നു. മുൻപ് വിശ്വാസം ഉപേക്ഷിച്ച ശേഷം വിശ്വാസവഴിയിലേക്ക് തിരിച്ചുവന്നവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിയന്നയിലെ വൈദിക വിദ്യാർത്ഥികൾ ഓസ്ട്രിയയിലാണ് തിയോളജി പഠിക്കുന്നത്. ഹെലിഞ്ചൻ ക്രൂസിലെ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ നാമധേയത്തിലുള്ള ഫിലോസഫിക്കൽ തിയോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥികൾ സെമിനാരിയിൽ പ്രവേശിക്കുന്നത്. പുതിയ 14 സ്ഥാനാർത്ഥികളിൽ 4 പേർ ഇവിടെ നിന്നാണ്. 1995 മുതൽ കർദിനാൾ ക്രിസ്റ്റോഫ് സ്കോർബോനാണ് വിയന്ന രൂപതയെ നയിക്കുന്നത്. 6 മുതൽ 8 വർഷം വരെയാണ് സെമിനാരിയിലെ പഠന കാലഘട്ടം. അതിനുശേഷം 1 വർഷം വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കുവാനും അതോടൊപ്പം 1 വർഷം വിവിധ ഇടവകകളിൽ വൈദികരുടെ കീഴിൽ പ്രവർത്തിക്കുവാനും സാധിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.